ഐഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് പോലും ഹാക്കേഴ്സിൻ്റെ കയ്യിൽ അകപ്പെടുന്ന ഈ ഒരു കാലത്ത് നമ്മളുടെ ചാനലുകൾ പോലും സുരക്ഷിതമല്ല എന്നാണ് വാസ്തവം. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഹാക്കേഴ്സിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള പ്രധാനപ്പെട്ട ടിപ്സാണ് ഈ ഒരു വീഡിയോയിൽ. യൂട്യൂബ് സെറ്റിങ്സിൽ 4 കാര്യങ്ങളാണുള്ളത്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ മെനുവിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെറ്റിങ്സിലെത്തുമ്പോൾ റൈറ്റ് സൈഡിൽ സെൻട്രലായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിലെ വ്യൂ ഓർ ചേഞ്ച് യുവർ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ലഭിക്കും. സെക്യൂരിറ്റി സെറ്റിങ്സിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണാം. രണ്ടാമത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ താഴെ റിക്കവറി ഫോൺ നമ്പർ, അത് നമ്മൾ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. നാലാമത്തത് റിക്കവറി ഇമെയിൽ. നമുക്ക് എന്തെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മെയിൽ ഐ ഡി റിക്കവർ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ആരെങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും. അത് ഓക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു മെനു വരും. നെക്സ്റ്റ് അടിക്കുക. അടുത്ത വിൻഡോ ഓപ്പൺ ആകും. അവിടെ നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് അടിക്കുക. സെറ്റപ്പ് യുവർ ഫോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മളുടെ ഫോൺ ഏതാണെന്ന് സ്ക്രീനിലുണ്ടാവും. അത് സെലക്ട് ചെയ്തെടുക്കുക. തൊട്ട് താഴെ സ്ക്രീൻ ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ആക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മളുടെ ഫോണിന് ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടിക്കുക. ട്രൈ ഇറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്ത് നമ്മളുടെ മെയിൽ ഐ ഡി കാണാം. അതിൽ നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ലോഗിൻ ചെയ്യാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത് കാണാം. അതിൽ യെസ് ടാപ്പ് ചെയ്യുമ്പോൾ പുതിയ മെനുവിൽ ടേൺ ഓൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടേൺ ഓൺ എന്നത് മാറി ടേൺ ഓഫ് എന്നാകുന്നത് കാണാൻ സാധിക്കും. അതിനർത്ഥം അത് ഓണായി എന്നാണ്. ഓണായോ എന്ന് നമുക്ക് ബാക്കിലോട്ട് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഇത് ഓണായതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്ടിവേറ്റ് ആക്കാം. ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനിൽ പോവുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫോൺ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ. നമ്മുടെ കോൺടാക്റ്റ് നമ്പറിന് വെരിഫിക്കേഷൻ കോഡ് അയക്കേണ്ടത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഓപ്റ്റ് ചെയ്യുക. സെൻഡ് ക്ലിക്ക് ചെയ്യുക. പുതിയ വിൻഡോയിൽ ഫോണിൽ കിട്ടിയ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ്. പുതിയ മെനുവിൽ ടേൺ ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ടേൺ ഓൺ എന്ന ബട്ടൺ മാറി ടേൺ ഓഫ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം ഇതിപ്പോൾ ടേൺ ഓൺ ആയിട്ടുണ്ട്. ബാക്കിലോട്ട് പോയി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് കമൻറ്റ് ബോക്സിൽ വരാം. അടുത്ത വീഡിയോ തംബ്നെയിൽ ക്രിയേഷൻ. അതുവരെ ബൈ.